തുടരുക. ഇപ്പോൾ ശ്രീ എം.ആർ. ഗോപൻ, ആരോഗ്യ സ്റ്റാൻഡിംഗ് കൗൺസിൽ ചെയർമാൻ കൂടി അദ്ദേഹം ടെലിഫോൺ ലൈനുണ്ട്. ശ്രീ എം.ആർ. ഗോപൻ, ഇപ്പോൾ നമുക്കറിയാം കാലങ്ങളായി നടക്കുന്ന ഒരു സംഗതിയാണ്. 200 സ്പാകളുണ്ട്, പലതും അനധികൃതമാണ്, പലതരത്തിലുള്ള പിന്തുണയും ഒക്കെ ഉള്ള സ്പാകളാണ്. ഒരുപാട് ഉന്നത ബന്ധങ്ങളൊക്കെ പലർക്കും കാണും. ഇവരെയൊക്കെ പരിശോധിക്കുക, പൂട്ടിക്കുക എന്നുള്ളത് അത്ര പ്രായോഗികമാണോ? തീർച്ചയായിട്ടും എത്ര ഉന്നത ബന്ധമുണ്ട് എങ്കിൽ പോലും തിരുവനന്തപുരം നഗരസഭാ ഭരണകൂടം ഇത്തരം ലൈസൻസ് ഇല്ലാതെ നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്ന ഏത് വമ്പന്റെ സ്ഥാപനമായാലും പൂട്ടിക്കും എന്നുള്ളതിന് ഉദാഹരണമാണ് ഇന്നലെ നടന്നത്. അതൊരു തുടക്കമാണ്, പ്രാഥമികമായിട്ടുള്ള തുടക്കമാണ്. ബാക്കി മുഴുവൻ സ്പായി ഞാൻ ഇന്ന് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എന്ന നിലയ്ക്ക് മുഴുവൻ ഹെൽത്ത് ഇൻസ്പെക്ടർമാർക്കും ഡയറക്ഷൻ കൊടുത്തു കഴിഞ്ഞു. നഗരത്തിലുള്ള മുഴുവൻ സ്പായും പരിശോധിക്കാനും നിയമവിരുദ്ധമായി ഏത് കണ്ടാലും അപ്പ പൂട്ടിക്കാനുള്ള നടപടി സ്വീകരിക്കും എന്നുള്ള കാര്യത്തിൽ ഭരണസമിതി ഒറ്റക്കെട്ടായിട്ട് തന്നെ പ്രവർത്തിക്കും. ഇപ്പോൾ പ്രാഥമികമായ ഇതുമായി ബന്ധപ്പെട്ടൊരു വിവരശേഖരണമൊക്കെ നടത്തി കാണുമല്ലോ. എന്തെങ്കിലും കാര്യമായ വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ ഈ സ്പാകളുടെ പ്രവർത്തനം സംബന്ധിച്ച്? ഇല്ല, പ്രാഥമികമായിട്ടുള്ള വിവരങ്ങൾ ശേഖരിച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇന്നലെയാണല്ലോ ഇഷ്യൂ, മെനിഞ്ഞാന്നാണല്ലോ അത് പുറത്തു വന്നത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് തിരുവല്ലയിൽ നടന്നിട്ടുള്ള കൂട്ടബലാത്സംഗവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ട നിമിഷം മുതൽ സ്പായുടെ ലൈസൻസ് ഇല്ലാത്ത അല്ലെങ്കിൽ ലൈസൻസ് ഉള്ളതിനെ നിയമവിരുദ്ധമായിട്ടുള്ള ചില കാര്യങ്ങൾ അതിനകത്ത് നടക്കുന്നു എന്ന വാർത്തകളുടെ അടിസ്ഥാനത്തിൽ മുഴുവൻ പരിശോധിച്ച് മുഴുവൻ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യാനായിട്ട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നലെ ഞാൻ അവിടെ ഈ റൈഡ് നടക്കുന്ന സമയത്ത് തന്നെ ഓഫീസിലുണ്ടായിരുന്നു. റൈഡിന് ഉദ്യോഗസ്ഥരെ പോയി തിരിച്ചു വന്ന് അവരെ റിപ്പോർട്ട് കേട്ട ശേഷമാണ് ഞാൻ ഇവിടെ നിന്ന് പുറത്തിറങ്ങിയത്. അതുപോലെ തന്നെ ഇപ്രാവശ്യവും എല്ലാ സ്ഥലത്തും തിരുവനന്തപുരം നഗരത്തിനകത്തുള്ള മുഴുവൻ സ്പാ കേന്ദ്രങ്ങളും ഉദ്യോഗസ്ഥർ പരിശോധിക്കും. ഈ ഇന്നലെ ഒരു പെൺകുട്ടിയുടെ പരാതി മേയർക്ക് നേരിട്ട് കിട്ടുകയായിരുന്നു അല്ലേ? അതെ അതെ. എന്തായിരുന്നു സംഭവം? എന്തായിരുന്നത്? ഒരു പെൺകുട്ടി അവിടെ പോയ സമയത്ത് ആ കുട്ടിക്ക് ഏതോ തരത്തിലുള്ള മാനസിക അസ്വസ്ഥത ഉണ്ടാകുന്ന തരത്തിലുള്ള ഇടപെടലുകൾ ആ സ്ഥാപനത്തിൽ ഉണ്ടായി എന്നാണ് മേയറോട് ഫോണിൽ വിളിച്ചിട്ട് ആ വിവരം പറഞ്ഞത്. അപ്പോൾ തന്നെ മേയർ വൈകുന്നേരം അതിന് അടിയന്തരമായിട്ട് നടപടി സ്വീകരിക്കാൻ കൺട്രോൾമെന്റ് പോലീസും അതുപോലെ നമ്മുടെ ഹെൽത്ത് സ്ക്വാഡും പ്ലാൻ ചെയ്തു. ചെയർമാൻ എന്ന നിലയ്ക്ക് ഞാൻ അവിടെ വന്നു. ഞാനും മേയറും കൂടെ നിന്നിട്ട് തന്നെ ഈ കാര്യങ്ങളെ പ്ലാൻ ചെയ്തിട്ട് ഉദ്യോഗസ്ഥർ നിയമത്തിന്റെ വഴിക്ക് പോട്ടെ എന്നുള്ള നിലയ്ക്ക് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയത്. കൃത്യമായിട്ടുള്ള പരിശോധന നടത്തി അവർക്ക് ലൈസൻസ് ഉള്ള ഒരു ഭാഗം ഒരു ബിൽഡിംഗ് തന്നെ എടുത്തിട്ട് അവർ ചെയ്യുന്ന പ്രവൃത്തി നഗരസഭയെ പറ്റിക്കുന്നതിന് വേണ്ടിയിട്ട് ചില ഭാഗങ്ങൾ ലൈസൻസിൽ ഉൾപ്പെടുത്തും, ചില ഭാഗങ്ങളിൽ ഉൾപ്പെടുത്തൂല. ഉൾപ്പെടുത്താത്ത സ്ഥലത്താണ് നിയമവിരുദ്ധമായ നടപടികൾ ഉണ്ടാകുന്നത്. അപ്പൊ അത് മുഴുവൻ ലൈസൻസ് ഒരു അഡ്രസ് ചെയ്തുകൊണ്ട് ഒരു സ്പായുടെ അഡ്രസ് ചെയ്ത് നടത്തുന്ന ഇത്തരം പ്രവൃത്തികൾ എവിടെ നടത്തിയാലും അത് മുഴുവൻ നടപടിക്ക് വിധേയമാക്കണമെന്ന് ബഹുമാനപ്പെട്ട മേയറും അതോടൊപ്പം തന്നെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എന്ന നിലയ്ക്കും ഉദ്യോഗസ്ഥർക്ക് ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട്. അത് ഏത് നിലയിലുള്ള ഏത് വമ്പന്റെ സ്ഥാപനമായാലും അത് ഞങ്ങളെ സംബന്ധിച്ച് വിഷയമേ അല്ല. ശരി, നന്ദി ശ്രീ ഗോപൻ. അതാണ് സാഹചര്യം. ഏതായാലും നഗരസഭാ പരിധിയിലെ മുഴുവൻ സ്പാ കേന്ദ്രങ്ങളുടെയും പട്ടിക ശേഖരിക്കുകയാണ്. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എന്ന നിലയ്ക്ക് കൃത്യമായ നിർദ്ദേശം ഹെൽത്ത് ഇൻസ്പെക്ടർമാർക്ക് നൽകി കഴിഞ്ഞു എന്നാണ് ഇപ്പോൾ കൗൺസിലർ വ്യക്തമാക്കിയിരിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.